ഇട്ടിട്ട് അവരുടെ എഫ്ഐആർ ഇട്ടിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും തരുന്നില്ലായിരുന്നു. നമ്മൾ കണ്ടു കൃഷ്ണകുമാർ സാറ് വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു, അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു, അവരെ വിട്ടു. നമ്മൾ എത്ര നേരം പിടിച്ചു നിർത്തിയിട്ടാണ് രാത്രി 9:30 എന്നിട്ട് തന്നില്ല, വീട്ടിൽ പൊക്കോ മെസ്സേജ് വരുമെന്നാണ് പറഞ്ഞത് അവർ. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പല തട്ടിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ ആ കട്ടത് എത്ര പെട്ടെന്നാണ് പിടിക്കപ്പെട്ടത്. എന്നിട്ട് പോലും കളവിനേക്കാൾ എന്നെ ലജ്ജിപ്പിച്ചത്, നെട്ടിപ്പിച്ചത് ആ കട്ടതിന് ശേഷം ആ ജീവനക്കാരി പറയുന്ന അതിശക്തമായിട്ടുള്ള തൻ്റെ പറ്റം ബാധിച്ചു കൊണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കൂ. കട്ടതിനെ അല്ല എനിക്ക് വിഷമം തോന്നുന്നത്. ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ആണ് തോന്നുന്നു ഈ ജ്വല്ലറി വിശ്വസിച്ചാണ് ഈ ദിയ എന്ന് പറയുന്ന കൃഷ്ണകുമാർ ആരോ ആവട്ടെ, കൃഷ്ണകുമാർ BJP-കാരനാവട്ടെ, മാർക്സിസ്റ്റുകാരനാവട്ടെ, കോൺഗ്രസ്സുകാരനാവട്ടെ, അവർക്ക് പാർട്ടി എപ്പോഴും മാറാമല്ലോ എല്ലാവരും സംബന്ധിച്ചു. അതെന്താണ് പാർട്ടിക്കാരൻ BJP ആയി എന്നതുകൊണ്ട് അയാളെ പറ്റിച്ച ഈ ജീവനക്കാർക്ക് രക്ഷ കൊടുക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ BJP-കാരെ മുഴുവൻ പറ്റിക്കാമെന്ന ഒരു വ്യവസ്ഥയാണോ ലോകത്ത്? ഈ സാമുവൽ ജോസഫ് എന്ന ഒരു പടുകിഴവൻ പറയുന്ന വാക്കുകളുണ്ട് യഥാർത്ഥത്തിൽ. കാരണം ഈ സുഡാപ്പികളാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ് പരത്തുന്നതെന്നൊക്കെ ആലോചിച്ച് നോക്കും. എന്താ സുഡാപ്പികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. അതായത് മുസ്ലിങ്ങളിലെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇസ്ലാം മതത്തെ കുറച്ച് മുറുകെ പിടിച്ച് അതിന് തീവ്രവാദം കുറച്ച് ശക്തമാണ്. അപ്പോൾ അവരൊക്കെ യഥാർത്ഥത്തിൽ ആണ് ഈ പറയുന്ന തട്ടിപ്പ് കൃഷ്ണകുമാറിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നാണ് ആ കിളവൻ എന്ന് പറഞ്ഞാൽ കടൽ കിളവൻ സാമുവൽ മാത്യു ജോസഫ് പറയുന്നത്. അവൻ്റെ ഒരു ചാനൽ തന്നെ പൂട്ടിപ്പോയി മുത്തം നുണ പറഞ്ഞ് കളവ് പറഞ്ഞ് വിശ്വാസതയില്ലാത്ത വാക്കുകൾ മാത്രമേ പറയൂ. അതാണ് ആ കിളവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇനി കുറച്ച് സത്യമുണ്ടെങ്കിൽ തന്നെ ആ സത്യം പോലും വിശ്വസിക്കാനാവാത്ത വണ്ണം ഒരു സമുദായത്തോടും ഒരു വിഭാഗത്തോടും വളരെ വെറുപ്പ് വെച്ച് പുലർത്തുന്ന ഒരു പമ്പര പടുകിളവനായ വിഡ്ഢിയാണ്. ടെഹൽക്കയിലൊക്കെ ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഒരു മതേതര സെക്കുലർ ഭാവമുണ്ടായിരുന്ന ഒരു തെഹൽക്ക എന്ന് പറയായിട്ടുള്ള ഒരു പത്രം. പക്ഷേ അതിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഇത് യഥാർത്ഥത്തിൽ ഈ കിളവൻ. പക്ഷേ ഇന്ന് വെറും സംഘിയേക്കാൾ കൃസംഗി എന്ന് പറയാൻ വയ്യ. അത്രമാത്രം സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കി, സമൂഹത്തിൽ വെറുപ്പിൻ്റെ എന്താ പറയുക ഭാഷ മാത്രം സംസാരിച്ച്, എന്തിനേറെ പറയുന്ന ആ വെറുപ്പിൻ്റെ ഭാഷ ഇഷ്ടപ്പെടുന്ന BJP പോലും കുറച്ച് ഓവറായാലോ നിൻ്റെ വാക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മളുടെ പട്ടത്തിൻ്റെ ആളാണെങ്കിൽ പോലും നമുക്ക് വല്ലാതെ ഓവറാക്കുമ്പോൾ ഓരോന്ന് പിടിച്ച് പുറത്താക്കൽ എന്നതുപോലെ BJP അനുകൂലിയായ ഈ കിളവൻ സാമുവൽ രാജ്യദ്രോഹത്തിൻ്റെ പേരിലാണ് എങ്ങനെ അത്രമാത്രം ദുഷിച്ച വാക്കുകൾ, വിശ്വാസതയില്ലാത്ത കെട്ടുകഥകൾ. അപ്പോൾ അവൻ ഈ ചാൻസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? സുഡാപ്പികൾ ആണത്ര ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ ജ്വല്ലറി തട്ടിപ്പ് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ്. ഇപ്പോൾ ഈ ദിയ എന്ന് പറയുന്ന ഈ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളാണെന്ന് തോന്നുന്നുണ്ട്. അവർ ഒരു സ്ഥാപനം നടത്താൻ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതിൻ്റെ മൂലധനം ഒപ്പിക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അല്ല നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവരുടെ ഈ ഗർഭവുമായി ബന്ധപ്പെട്ട കുറച്ച് ദിവസങ്ങൾ അഥവാ ഏകദേശം 1 വർഷത്തോളമായിട്ട് അവർക്ക് ജ്വല്ലറിയിൽ നിരന്തരം പോയിക്കൊണ്ടിരിക്കാനും പോവാൻ പരിശോധിക്കാൻ ഒന്നും തന്നെ സമയങ്ങൾ കിട്ടിയില്ല. അതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഒരു പെൺകുട്ടി അവൾ ഗർഭിണിയായിരിക്കുന്നു, അപ്പോൾ അവൾക്ക് ഹോസ്പിറ്റലും മറ്റു കാര്യങ്ങളും മാത്രമല്ല വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വഞ്ചനയുടെ ലോകത്ത് കേട്ടുകേൾവിയില്ല എന്ന് പറയുന്ന ഈ തട്ടിപ്പ് 3 സ്ത്രീകൾ നടത്തിയതാണ്. നമ്മൾ പറയും സാധാരണ എല്ലാവിധ തട്ടിപ്പുകളും നടത്തൽ ആണുങ്ങളാണ്. അഥവാ ക്രിമിനൽ മേഖലയിലുള്ള ഈ വഞ്ചന മറ്റു തട്ടിപ്പുകളൊക്കെ സാധാരണ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊന്നും ചെയ്യാറില്ല. അവരെന്തെങ്കിലും ചെറിയ ഒരു ചായക്കാശ് ഒറ്റ കട്ടെങ്കിൽ കട്ടു എന്നല്ലാതെ അല്ലേ. ഇത് വളരെ ആസൂത്രിതമായിട്ട് എന്നും തുടങ്ങിയിട്ടുണ്ട്. അതാണ് 69 ലക്ഷം ഉറുപ്പിക കേവലം ഒരു മാസത്തിൽ 1 ലക്ഷത്തോളം മാത്രമേ വിറ്റുവരവുള്ളൂ. ഒരു വർഷത്തിൽ 30-നകത്തൊക്കെ വന്നിട്ടുണ്ടാവണം. അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം. ദിയയ്ക്ക് നമ്മൾ വീക്കിലി ആയാലും ദിയ ഇങ്ങനെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വരും. അപ്പോൾ അവരെ കയ്യിൽ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തു വിടണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് 3-4 സെൽഫ് ടെസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട്. ദിയയ്ക്ക് സ്വിഗ്ഗി ജീനിയിൽ ഒരു 12 ലക്ഷം വിറ്റുവരവുള്ള ഒരു സ്ഥാപനം
അതിൽ 3 ജീവനക്കാരെ, അതിൻ്റെ വാടക, മറ്റു കാര്യങ്ങളൊക്കെ നടത്തിപ്പുകാർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ. കറണ്ട് ബില്ല്, മറ്റു കാര്യങ്ങൾ മാത്രമല്ല അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ ഒട്ടനേകം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കൊക്കെ അറിയാം. അവർ ലോൺ എടുത്തു, മറ്റു സഹായങ്ങൾ. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടനെക്കുറിച്ച് നമുക്കറിയാം. കാരണം അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, ഒരു സാധാ നടൻ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വളരെ അത് സേവ് ചെയ്ത് തൻ്റെ മക്കൾ പെൺകുട്ടികളാണ്, അവരെ വിവാഹം ചെയ്തയക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, എന്നിട്ട് അതൊക്കെ യഥാർത്ഥത്തിൽ സ്വരൂപിച്ച് ഒരു മകൾക്ക് ഒരു സ്ഥാപനമാവട്ടെ, എന്നിട്ട് ജാതിസത്തെ ഇട്ട് കൊണ്ടുവരിക. നോക്കണോ എന്താണ് ആലോചിച്ച് നോക്കൂ. കൃഷ്ണകുമാർ ചിലപ്പോൾ മേൽത്തട്ട് ജാതിയാണ്. ഞാൻ കൃഷ്ണകുമാറിനെ എതിർത്തിട്ടുണ്ട് ഒരു കാര്യത്തിൽ. പക്ഷേ ഒരു മനുഷ്യൻ, അഥവാ ഒരു മുസ്ലിമായ മനുഷ്യന് യഥാർത്ഥത്തിൽ ആരുടെ പട്ടത്താണ് ഫാൾട്ടെങ്കിലും ലൈസ മിന്ന സബിയൻ, ഒരു പറ്റത്തിന് പറയുക എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ഈ സുഡാപ്പികളെ കൂട്ടുപിടിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ സാമുവൽ എന്ന് പറയുന്ന ആ പടുകുളവൻ എന്തിനാണ്? അത് സുഡാപ്പികളാണ് ഇതിൻ്റെ പിന്നിൽ ഈ നുണ പരത്തിയത് എന്ന് പറയുന്നുണ്ട് എന്ന് അയാൾ പറയുന്നത്. അത് മുസ്ലിം വിദ്വേഷം മാത്രമാണ്. അതായത് ഇവർ ഇടതുപക്ഷക്കാരാണ് യഥാർത്ഥത്തിൽ, ഈ സ്ത്രീകളും അതിൻ്റെ മറ്റു ജീവനക്കാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഉഡായിപ്പുകൾ. ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ വന്നതിന് മാത്രമല്ലേ തെളിവുള്ളൂ. അപ്പൊ നീനെ ഞങ്ങൾ പേടിച്ചു. ഞങ്ങൾ ആ ഓരോ ടൈമായിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലായിട്ട്. CCTV അതെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിൽ വെക്കണം. ഈ അടുക്കളയിൽ നിന്നാണ് ക്യാഷ് എടുക്കുന്നത്. 500 അതെ, കൗണ്ടറിൽ വെച്ച് വാങ്ങും, അല്ലാതെ നിന്നും മേടിക്കാറുണ്ട്. കസ്റ്റമർ കൂടുതൽ ഓൺലൈൻ ക്യാഷ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ആ 3 സ്ത്രീ ജീവനക്കാരെ നിർത്തി അവരെ പൂർണ്ണമായിട്ട് നമ്മൾ പറയുമല്ലോ കഴുത്തും എന്താ പറയുക കത്തിയും കൊടുത്തു അവരെ, ഒരു സംശയവുമില്ല. അത്രമാത്രം. മാത്രമല്ല ജാതിസത്തിൻ്റെ പേരിലാണെങ്കിൽ ഇവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഓരോ ഒട്ടനവധി ചിത്രങ്ങളുണ്ട്. മാത്രമല്ല അവരോട് അത്രമാത്രം സൗഹാർദ്ദത്തിൽ അവർക്ക് വേണമെങ്കിൽ തൻ്റെ ബന്ധുക്കളിൽപ്പെട്ട അല്ലെങ്കിൽ ഉയർന്ന നായന്മാരോ ബ്രാഹ്മണന്മാരോ ഒക്കെ തന്നെ അവർക്ക് ജോലിക്ക് ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ അവരതൊന്നും ചിന്തിച്ചിട്ടില്ല. വെറുതെ ഉഡായിപ്പ് പറയുമ്പോൾ സാധാരണ രീതിയിൽ വിളിച്ചു പറയാറുണ്ടല്ലോ, ഈ അങ്ങാടിയിൽ തോറ്റു എന്ന് നമ്മൾ പറയുമ്പോൾ അതാണ് സംഭവിച്ചത്. അങ്ങാടിയിൽ നമ്മൾ പരസ്യമായിട്ട് വഷളാവുകയും തോൽക്കുകയും ചെയ്താൽ അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് എന്താ ചെയ്യുക? അമ്മക്കിട്ട് 2 എണ്ണം കൊടുക്കുക. അതാണ് അമ്മയോട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഈ ജ്വല്ലറി തട്ടിപ്പ് മുഴുവൻ പുറത്തു വന്നു. ആ തട്ടിപ്പുകൾ പൊളിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണെടുത്ത് കിടന്ന് ഉരുളുക. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ 3 ജീവനക്കാരും സ്ത്രീകൾ. ഇവർ പത്രങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താ, പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ലക്ഷങ്ങളോളം വ്യൂസാണ്, മില്യൺ കണക്കിന് വ്യൂസും വന്നിട്ടുണ്ട് ഇവളുടെ ഈ വടായി കേട്ടിട്ട്. ഈ ഒരു ജീവനക്കാരി കുറച്ച് സമർത്ഥമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഈ പത്രങ്ങൾക്ക് മുമ്പിൽ, ഈ ചാനലുകൾക്ക് മുമ്പിൽ ശക്തമായിട്ട് തൻ്റെ വാദങ്ങൾ നിരത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു കഥ എനിക്കിവിടെ ഓർമ്മ വരികയാണ്. ഒരു സംഭവത്തിൽ കുറ്റവാളികളും എന്താ കക്ഷിയും എൻ്റെ അടുക്കൽ വന്നാൽ, ഭരണാധികാരിയായിരുന്ന പ്രവാചകൻ പറയുകയാണ്, എൻ്റെ അടുക്കൽ ഒരു പ്രതിയും ഒരു കക്ഷിയും വന്നാൽ ആർക്കാണ് കൂടുതൽ കാര്യങ്ങളെ വാചാലമായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് അവരുടെ പക്ഷത്തെ ഞാൻ നിൽക്കും. കാരണം എന്താ? എനിക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ. കാരണം എന്താണ് ഇതിൻ്റെ സത്യം? അത്ര കക്ഷിക്ക് തൻ്റേതായിട്ടുള്ള മറ്റെന്താണ് വാദമുഖങ്ങളെ നിരത്താൻ കഴിയാതെ പോയി. അതാണ് നമ്മളെ കോടതികളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രമുഖ വക്കീലിനെ ഏൽപ്പിക്കുന്നത് എന്താണ്? കാര്യങ്ങൾ നമ്മൾ എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും ഏറ്റവും നല്ല വക്കീലിനെ, ഇപ്പോൾ ഉദാഹരണം കേന്ദ്രത്തിലൊക്കെ കപിൽ സിബലിനെ, അതോടൊപ്പം തന്നെ വേറെ അതുപോലെ പ്രമുഖന്മാരായ വക്കീലിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ എമൗണ്ടുകൾ കൊടുത്ത് കേസ് ജയിപ്പിക്കുക. എന്താ? ആ കേസിൻ്റെ വാദമുഖങ്ങൾ നിരത്താനുള്ള കഴിവ്, നിയമത്തിൽ അഗാധ പാണ്ഡിത്യത്തിന് ഉപരി അതാണ്. പാണ്ഡിത്യമുള്ള ഒട്ടനേകം വക്കീലന്മാർ ഈ കോടതിയിൽ തോറ്റുപോകുന്നുണ്ട്. നോക്കണം, അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിയാഞ്ഞിട്ട്. പക്ഷേ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ പോലും സത്യമാക്കി കൊണ്ടുവരാൻ, അഥവാ 100% കുറ്റവാളിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ഈ വാചാലത കൊണ്ട് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജീവനക്കാരി ശക്തമായിട്ട് അവൾ വാചാലയായിട്ട്, എന്താ നിങ്ങളൊന്ന് കേട്ടു നോക്കിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വീഡിയോയിൽ വെച്ചതാണ്. ആ സ്ത്രീ ഭയങ്കര ശക്തമായിട്ട് ആ സ്ത്രീയുടെ വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വാദമുഖങ്ങളിൽ കൃഷ്ണകുമാറാണ് കുറ്റവാളിയെന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും ഇത്തരത്തിൽ QR കോഡ് ഉപയോഗിച്ച് വേറെ തട്ടിപ്പുകൾ നടത്തിയെന്നും ടാക്സ് വെട്ടിച്ചു എന്നും വെറുതെ മൂത്തന്നുണ പറയുക. കാരണം നമുക്ക് തന്നെ അറിയാം, 1 ലക്ഷം ശരാശരി ഒരു മാസത്തിൽ വിറ്റുവരവ് ചിലപ്പോൾ 60 ആവും, 65 ആവും. അതിൽ ഈ 3 ജീവനക്കാരുടെ
കൂലിയും ശമ്പളവും കഴിഞ്ഞാൽ എന്ത് വിറ്റ് വരവാണ്. സാധാരണ എല്ലാ കച്ചവടക്കാരും അങ്ങനെ തന്നെ. അതൊരു ടാക്സ് വെട്ടിപ്പൊന്നുമല്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ അതിലെന്തെങ്കിലും ചില കാരണം ചെറിയ ഒരു സ്ഥാപനമല്ലേ, എല്ലാവർക്കും അത് നടത്തി കൊണ്ടുപോകാനുള്ള മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ 69 ലക്ഷം ഉറുപ്പിക ഈ കാലങ്ങളായി ഈ പെൺകുട്ടി ശ്രദ്ധിക്കാൻ കഴിയാത്ത കാലത്ത് ഈ വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ചെയ്തിട്ടുള്ള ഈ വഞ്ചന, കൊടും വഞ്ചന ആലോചിച്ച് നോക്കൂ. ആ 69 ലക്ഷവും വലിച്ചു കളഞ്ഞു. എന്നിട്ട് ന്യായീകരിക്കുന്ന ആ രംഗമാണ് എന്നെ നെട്ടിച്ചു കളഞ്ഞത്. ജീവിതത്തിൽ നമ്മൾ പറയുമല്ലോ എന്നെ നെട്ടിച്ചു കളഞ്ഞുവെന്നു. ഈ കള്ളത്തരം ഇത്രയും തുല്യതയില്ലാത്ത, നോക്കണം, നമ്മൾ പറയുമല്ലോ മറ്റേ അന്നം കൊടുത്ത കൈക്ക് തന്നെ. ഇപ്പോൾ ഒരു നായ, ആ നായക്ക് ചോറ് കൊടുത്തു, ആ നായ ആ കൊടുത്ത ആളുടെ കൈക്ക് തന്നെ കടിച്ചാൽ എന്താ സ്ഥിതി? അപ്പോൾ ഈ പാവങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർക്ക് ഈ ജീവനക്കാർക്ക് ജോലി കൊടുത്തത്. അല്ലാതെ ഈ ജീവനക്കാർ വാദിക്കുന്നതൊന്നും അല്ല യഥാർത്ഥ. നമുക്ക് തന്നെ വ്യക്തമായിട്ട് ആ വാക്കുകളിലുള്ള മറ്റുള്ളവരുടെ ഒക്കെ ആ പതറിക്കൊണ്ടുള്ള വാക്കുകൾ തന്നെ വ്യക്തമായിട്ട് പോലീസ് ഒരു നടപടിയെടുത്താൽ ഈ പറയുന്ന ജാതിസത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ മാറ്റി നിർത്തി നിഷ്പക്ഷമായി കൊണ്ട് പോലീസ് ഈ പ്രതികളെ ചോദ്യം ചെയ്യുകയും വ്യക്തമായിട്ട് ചോദ്യം ചെയ്താൽ തന്നെ ഇത് അപ്പം തന്നെ പൊളിയേണ്ട കേസുള്ളൂ. കാരണം 1 മണിക്കൂർ മാത്രം മെനക്കെട്ടാൽ മതി. ഈ തത്ത പറയും പോലെ ഈ പെൺകുട്ടികൾ പറയും കാര്യങ്ങൾ. അതോടൊപ്പം ഇതിൻ്റെ അവർ മാത്രമല്ല, അത് പോലീസിലെന്തേ ആദ്യം കേസ് കൊടുക്കാത്തതെന്ന് വരെ ചോദിക്കുന്നു. കാരണം പോലീസിൽ കേസ് കൊടുത്തിട്ട് ഈ പെണ്ണുങ്ങളല്ലേ അവരിനി ഒരു കുഴപ്പത്തിലേക്ക് പെടണ്ട എന്ന നിലക്ക് മാന്യമായ രീതിയിൽ ചോദിച്ചതാണ്. ആ ചോദ്യങ്ങൾ പോലും എന്താക്കിയിരിക്കുന്നു, തങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നാക്കിയിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൽ അന്വേഷണം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരെ ചൊവ്വേ രീതിയിൽ രാഷ്ട്രീയത്തിനതീതമായി വ്യക്തമായി ചോദ്യം പോലീസ് ചെയ്താൽ തത്ത പറയും പോലെ പറയുകയും ഈ 3 പെണ്ണുങ്ങളും അകത്താവുകയും ചെയ്യും. ഈ നഷ്ടം പെട്ടെന്ന് എവിടേക്കും പോയിട്ടൊന്നുമില്ല. ഇതിന് വ്യക്തമായ തെളിവ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ബാങ്കുകളിലുണ്ട്. അതെടുത്താൽ കിട്ടുകയും ചെയ്യും. ആ പൈസ തിരിച്ച് കിട്ടുകയും വേണം തീർച്ചയായിട്ടും. അത് എന്തുകൊണ്ടെന്നാൽ ഇനി ഒരു സംരംഭം തുടങ്ങാൻ ഇരിക്കുന്ന ഭാവിയിലുള്ള ഈ സംരംഭകർക്ക് മുഴുവനും ഇതൊരു പാഠമായിരിക്കുകയും വേണം. ഈ കണ്ണടച്ചാണ് വിശ്വസിക്കുക എന്ന് പറയുന്ന ആ സംഭവം മാറ്റി നിർത്തണം. അവൻ ശുദ്ധനല്ലേ, ഒരു സംശയിക്കൊന്നും വേണ്ട, നമ്മളാളാണല്ലോ. പക്ഷേ അങ്ങനെ ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ പൂർണ്ണമായിട്ട് കത്തിയും അവരെ ഏൽപ്പിക്കരുത്. എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടാവണം. വേണ്ടിയിരുന്നത് ഈ ദിയ ഇത്തരത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ഹസ്ബൻഡോ അതല്ലെങ്കിൽ വേറെ ബന്ധപ്പെട്ട കൃഷ്ണകുമാറിൻ്റെ ആരെങ്കിലും വിശ്വസ്തരായ ആരെങ്കിലുമൊക്കെ അത് ചെക്ക് ചെയ്യണമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു പെട്ടി കൊണ്ടുപോയതിന് ശേഷം, നമ്മുടെ സമ്പാദ്യത്തിൻ്റെ പെട്ടി കൊണ്ടുപോയതിന് ശേഷം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. നോക്കണം, കള്ളന്മാർ രാത്രിയിൽ കട്ടുപോയി എൻ്റെ വീട്ടിൽ വന്നിട്ട്, എന്നിട്ട് നേരം വെളുത്തതിന് ശേഷമാണ് എനിക്ക് ടെൻഷൻ കളവിനെക്കുറിച്ച് ബോധ്യം അറിഞ്ഞത്. എന്താ പ്രയോജനം? ആലോചിച്ച് നോക്കൂ. എന്നതുപോലെ ഇനി ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇനി കിട്ടുന്നത് പരമാവധി വാങ്ങാൻ ശ്രമിക്കുക. 8 ലക്ഷം എങ്ങനെയോ കുറച്ചൊക്കെ കിട്ടി. നോക്കണേ, അപ്പോൾ ഗോൾഡൊക്കെ ഞങ്ങൾ കൊണ്ടുവച്ചിട്ട് വന്നതിന് ശേഷം കൊടുത്തു എന്നൊക്കെ അതും പറയുന്നു. അതും തന്നെ കുറ്റസമ്മതമാണ്. അത് തന്നെ മതി. യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികളല്ലാത്ത ആളുകൾ എന്തിനാണ് ഇത്തരത്തിൽ ചോദ്യം അവർ തന്നെ സംശയങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ ചേച്ചിക്ക് ഞങ്ങൾ എന്ത് കൊടുത്തു? 8 ലക്ഷം കൊടുത്തു ഗോൾഡൊക്കെ പണയം വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു റാക്കറ്റ് പോലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വൻ ശൃംഖലയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയും സംരംഭം തുടങ്ങാനുള്ള ആളുകൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ വിശ്വാസ്യതയില്ലാത്ത വാർത്തകൾ, ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന ആ കള്ളക്കിളവനെ പോലെയുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് നീതിപൂർവവും ആണ് ഇടപെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.